ഞാൻ പറഞ്ഞേ ഒരു ഏജ് കഴിയുമ്പോഴേക്കും ജോയിൻസ് വീക്കാൻ തുടങ്ങും. വേറെ കാര്യമുണ്ട്. ഇപ്പൊ ചില ആൾക്കാരുണ്ട് കാര്യം മാത്രം ചെയ്യും, നടക്കുക. 60-65 വയസ്സുണ്ട്, പുള്ളിക്കാരി ജിമ്മിൽ വന്നിട്ട് പുള്ളപ്പ് ചെയ്യണം. ഞാൻ ഡോക്ടർ തോന്നുമ്പോൾ എനിക്ക് വണ്ണം കൊണ്ട് ഒരു പ്രശ്നമില്ല, ഞാൻ വണ്ണം കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. അന്നേ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അതിപ്പോ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഏൺ യുവർ ചീപ്പ്. അതൊരു പല ആൾക്കാർക്കും മസിൽ ലോസ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ബോൺ ഭയങ്കര കട്ട് ചെയ്ത് പോകുന്നതൊക്കെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി ലൈക്ക് ജിം എന്നുള്ളത് പലരുടെ തെറ്റിദ്ധാരണയാണ്, ബീച്ച് മാത്രമാണ്. അതായത് ഫിറ്റ്നസ്, അതെ ഇപ്പൊ അതാണല്ലോ ഫിറ്റ്നസ് സെന്റർ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. ജിം എന്ന് പറയുന്നത് മറ്റേ പഴയ അങ്ങനെയുള്ളവരെ എങ്ങനെയായിരിക്കും ലൈക്ക് അവർക്ക് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള്, ആ ആള് ജീവിതത്തിൽ ജിമ്മിൽ പോയിട്ടില്ല, വയസ്സായി, കൈ വേദന ഉണ്ട്, കയ്യിൽ മസിൽ ലോസ് ഉണ്ട്, അല്ലെങ്കിൽ കാലിൽ മസിൽ ലോസ് ഉണ്ട്, അങ്ങനെയുള്ളവരെ എന്തായിരിക്കും നിങ്ങൾ അവരോട് പറയുന്ന കാര്യം? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഏജ് ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഏജ് ലിമിറ്റ് ഇല്ല. 60 above ഏജ് ഉള്ളൊരു പുള്ളിക്കാരി മിലിറ്ററിയിലായിരുന്നു, ഇന്ദിര എന്ന് പറഞ്ഞ പേര്, ആർമിയിലായിരുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. 60-65 വയസ്സുണ്ട്, പുള്ളിക്കാരി ജിമ്മിൽ വന്നിട്ട് പുള്ളപ്പ് ചെയ്യണം. ഞാൻ തന്നെ എന്താ വെച്ചുകൊണ്ട് 60-ാമത്തെ വയസ്സിൽ പുള്ളപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മ ചോദിക്കും, അവർക്ക് അത് ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. അവർക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണം, ഈ വയസ്സിലും എനിക്ക് ഒരാളുടെ ഡിപ്പെൻസ് ഇല്ലാണ്ട് എനിക്ക് ചെയ്യണം. അപ്പൊ ഇത് കാണുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ നാട്ടുകാരെന്തോ പറയും, ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ എന്ത് കാണിക്കാനേ. അതല്ല, നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ എപ്പോഴും നട്ടലിൽ നിർത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കണം. അപ്പൊ അതിന് നമ്മൾ ചെറിയ രീതിയിൽ വെയിറ്റ് എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോഴും മിക്ക ആൾക്കാരും ജിമ്മിൽ വന്നതിനാ ത്രെഡ്മില്ല് ചെയ്യാം, സൈക്കിൾ ചെയ്യാം, കുറെ നേരം ഫോൺ ചെയ്യാം, വർത്താനം പറയാ, പോവാ. അതന്നെ അവരുടെ ഓർമ്മന്ന് വെച്ചാൽ ജിമ്മിൽ തന്നെ ത്രെഡ്മില്ല് ചെയ്തിട്ട് പോവാന്നാണ്. വെയിറ്റ് ട്രെയിൻ ചെയ്യാൻ നമ്മൾ പറയുമ്പോൾ നമ്മളെ കളിയാക്കാം, എനിക്ക് ഒന്നും ആശനിക്കില്ല. ആ ഒരു ഇതാണ് ശരിക്കും വെയിറ്റ് ട്രെയിനിങ് ചെയ്യണത്. ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലാവർക്കും മസിൽ ലോസ് വരും. അപ്പൊ ആ മസില് സ്ട്രെങ്ത് ചെയ്തെടുക്കുക, ഉള്ള ഇതിൽ നിന്ന് റിക്കവർ. അപ്പൊ ഈ ജോയിന്റ് പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാനനുസരിച്ച് അതൊക്കെ റിക്കവർ ആവും. മെയിൻലി വരുന്നത് ഏജ് ആവുന്നതനുസരിച്ച് മുട്ടുവേന, നടുവേന, ഷോൾഡർ പെയിൻ, ഇത് മൂന്നാണ് മെയിൻലി വരുന്നത്. അത് നമ്മൾ ചെയ്ത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ആ മസിൽ സ്ട്രെങ്ത് ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി വേദനകൾ മാറും. അതിപ്പോ ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട്, അത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട്. അവര് അവരുടെ കസിൻസിനെയും ഫ്രണ്ട്സിനെയും പറഞ്ഞ് നമ്മളെടുത്ത് വിടുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും പറഞ്ഞോട്ട് ഇത് സ്ലോ പ്രോസസ് ആണ്. ഇന്നൊന്നും നാളെ എന്റെ വേദന പറഞ്ഞിട്ട് എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ഭാഗത്ത് വേദനയുണ്ട്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ലൈക്ക് മുട്ടിന് വേദനയുണ്ട് ആണെങ്കിൽ നമ്മൾ ആ ഭാഗം ചെയ്യാതിരിക്കുകയല്ല. എക്സസൈസുകൾ ഒരുപാടുണ്ട്, ഓരോ ഭാഗത്തും എക്സസൈസ് ഉണ്ട്. അത് ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാൻ പറ്റാത്തുണ്ടാവാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യണ്ട, അടുത്ത് ചെയ്യാൻ നോക്കുക. പിന്നെ എന്ന് വെച്ചാൽ ഇത് കുറച്ച് ബോഡി ഇമ്പ്രൂവ് ആവും. അതിനാ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് ആവാതിരിക്കാം. പക്ഷെ ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാതിരിക്കണ നല്ലതാണ് എന്തെങ്കിലും ട്രൈ ചെയ്തെങ്കിലും നോക്കണത്, മനസ്സിലായി? അപ്പൊ അതൊക്കെ ബോഡി ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്ത് വന്നോളും. ചിലപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ആവണമെന്നില്ല കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ AC-യിലൊക്കെ പോയ ആൾക്കാരുണ്ടല്ലോ, AC-യിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടിയും ചെയ്യാണ്ട് നമ്മുടെ നീരുടെ അവിടെയുള്ള ടെൻഡ്, നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് മിക്കവർക്കും ടെൻഡ പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടിയും ചെയ്യാണ്ട് ഇരുന്ന് പോയ ആൾക്കാരുണ്ട്. സെയിം തന്നെ ഈ സംഭവത്തിന് സർജറി കഴിഞ്ഞ് വിത്തിൻ 6 months പഴയതുപോലെ തന്നെ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ആക്ച്വലി നമ്മുടെ ഫ്രണ്ട് തന്നെ ഉണ്ട് ഒരാള്, ആൾ ആക്ച്വലി ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് എത്താൻ പറ്റില്ല. നമുക്ക് അടുത്ത വേറൊരു ദിവസം ഇഞ്ചുറി ചെയ്തതിന് ശേഷം റിക്കവർ ചെയ്യണം. ബിക്കോസ് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ മുന്നിലുള്ള. പിന്നെ ഈ ഏജിന്റെ കാര്യം പറഞ്ഞാണെങ്കിലും ശരിക്കും 30+ കഴിഞ്ഞ എല്ലാവർക്കും ഡീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത വർഷം ഉണ്ടാവില്ലേ 30, 40 ഡീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഹോർമോൺസ് ലെവൽ ഡൗൺ ആവാൻ തുടങ്ങും, ഈ ബോണ്ട് ഡെൻസിറ്റി സാധനങ്ങൾ കുറയാൻ തുടങ്ങും, മസിൽ കുറയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ റീട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന്റെ സ്ലോ ആക്കാം, ഇതിന്റെ ആക്സിലറേഷൻ. ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അത്യാവശ്യം കുറെ നാളായിട്ട് വണ്ണമുള്ള ഒരാളാണ്. ഞാനിപ്പം എനിക്ക് ഒരു 29 വയസ്സ് വരെ, അതിന് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഞാനന്ന് കള്ളൊന്നും കുടിക്കാത്ത, അല്ലെങ്കിൽ വേറെ വേറെ ഹാബിറ്റ്സ് എനിക്ക് ഒരു പ്രായം വരെ തീരെ ഇല്ലാത്തതാണ്. അപ്പം ആ സമയം അല്ല ശരിക്കും അപ്പൊ ആ സമയത്ത് പ്രത്യേകിച്ച് ആ 20s ഞാൻ ഡോക്ടറെ തോന്നുമ്പോൾ എനിക്ക് വണ്ണം കൊണ്ട് ഒരു പ്രശ്നമില്ല, ഞാൻ വണ്ണം കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഞാൻ ഈ 2-3 വർഷം ഉണ്ടല്ലോ, അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ സ്റ്റെപ്പ് വരെ മണയ്ക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന്
അങ്ങനെ പറ. അടുത്ത വർഷം ആവുമല്ലോ, അടുത്ത വർഷം ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പം അല്ല, നമ്മൾ ഏജ് മാറുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ചേഞ്ച്. അപ്പൊ പക്ഷെ എന്നാൽ എന്നോട് ഇപ്പൊ ചോദിച്ചാൽ ഞാൻ ഈ 20s ഹെൽത്തി ആണ്. ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ പുഷപ്പ് എടുക്കാൻ പറ്റില്ലായിരുന്നു, ലൈക് നല്ല സമയത്ത് പോലും മതി. ഞാനിപ്പോ പുഷപ്പ് എടുക്കും, ഞാൻ ലൈക് വെയിറ്റ് എടുക്കുന്ന നന്നായിട്ട്. അതൊക്കെ ഞാൻ ഈ 30s അച്ചീവ് ചെയ്ത കാര്യം. എന്നാൽ 20s ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. അപ്പൊ ബേസിക്കലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക് അപ്പൊ ചെയ്യണമെന്നല്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അന്നേ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അതെ അതെ കറക്റ്റ്. അതെ അത് എത്രയും നേരത്തെ ചെയ്യാന്നുള്ളതും, അതായത് ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അതായത് ഇന്ന് ജിം, അതെന്താന്ന് വെച്ചാൽ ആദ്യമൊക്കെ ജിമ്മിൽ പോകുമ്പോൾ ഞാനും എന്റെ കൂട്ടുകാരും ആദ്യമേ പോകും ജിമ്മിൽ പോയി മെമ്പർഷിപ്പ് എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് ഒരുമിച്ച് എടുത്താൽ വളരെ ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു വർഷത്തെ എടുത്തേക്കാം, എടുക്കും. 4 ദിവസം കഴിഞ്ഞിട്ട് ഹലോ എടാ ജിമ്മിൽ പോണോ, ഞാനില്ലടാ. അപ്പൊ മറ്റോ ആണോ, എന്നാ വേണ്ട ഫോൺ വെക്കും. അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും ജിമ്മിൽ പോകുന്നില്ലല്ലോ, ഇന്ന് നമുക്ക് പുറത്തിറങ്ങിയാലോ. എന്നിട്ട് ഞങ്ങൾ അതിന് ഫുഡ് കഴിക്കാൻ പോകും. ജിമ്മിൽ പാർട്ണറായിട്ട് പോകും, എന്നിട്ട് അതിന് പകരം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. ഒരു കാലഘട്ടം ഞങ്ങൾ അങ്ങനെ, അതായത് ഫുഡ് കഴിച്ച് ആണ് ജിമ്മിൽ പോകുന്ന പേരിൽ പോയി ഫുഡ് കഴിച്ചാണ് ഈ അവസ്ഥയിൽ. അതേസമയം ജിമ്മിലേക്ക് പോകണില്ല. അതും ആക്ച്വലി നമുക്ക് ചർച്ചയിലുള്ള സാധനം. അതായത് ജിമ്മിൽ പോകുന്നോണ്ട് എനിക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് അടിച്ചു കയറ്റി നടക്കാം. ജിമ്മിലൊക്കെ പോണ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ജിമ്മിൽ പോയിട്ട് എനിക്ക് വെയിറ്റ് കൂടിയല്ലോ, ജിമ്മിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്, തിരിച്ചു വരുന്ന പൊറോട്ട ബീഫും കഴിച്ചു. അത് ജിമ്മിൽ പോയിട്ട് തന്നെ ക്ഷീണം. ജിമ്മിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ആഹാരം കഴിക്കാതിരിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് ഫുഡായിട്ട് കഴിക്കണം എന്നുള്ളതിന് പകരം പോയി പൊറോട്ടയും ബീഫും അപ്പൊ കഴിക്കും. ഇത് ഇപ്പൊ അവിടെ തന്നെ എല്ലാരും ഫുഡ് കഴിക്കുന്ന ഇപ്പൊ കണ്ടില്ല, എല്ലാവർക്കും നമുക്ക് ഒരുപാട് സ്റ്റൈലുള്ള ഫുഡുകൾ ഇപ്പൊ കിട്ടുന്നുണ്ട് നമ്മുടെ സ്റ്റൈലിൽ. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം കഴിക്കുകയും വേണം. ഐസ്ക്രീം ആണെങ്കിലും അതിപ്പോ ജങ്ക് ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾ കഴിച്ചോ, വീക്കിലി വൺസ് ആക്കുക, ബാക്കിയുള്ള ദിവസങ്ങൾ നീറ്റായിട്ട്. അതിപ്പോ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഏൺ യുവർ ചീറ്റ് ഡേ. അതൊരു ഭയങ്കര നല്ല കോൺസെപ്റ്റ്. അതായത് ഒരാഴ്ച നമ്മള് പിടിച്ച് ആ ദിവസം നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുന്ന ഒരു പരിപാടി. അതൊക്കെ ശരിക്കും നമ്മൾ ഇപ്പൊ നമ്മുടെ ഇടയിലേക്ക് വരും, നമ്മുടെ ഈ കാലഘട്ടത്തെ ജനറേഷനിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ പ്രശ്നം, നമ്മുടെ ഒരു ലൈക് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനറേഷൻ ഈ ഹെൽത്തിന്, ഇങ്ങനത്തെ ഫിസിക്കൽ വർക്ക്ഔട്ടിനോടുള്ള ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത. ഇപ്പം എനിക്ക് നിങ്ങൾ 3 പേരും ലൈക് കൊച്ചിലെ മുതൽ ജിമ്മിൽ പോയതുകൊണ്ട് അറിയില്ല, പക്ഷെ ഞാനോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദം ഇപ്പോഴത്തെ ഒരു മെജോറിറ്റി ആൾക്കാരും ആ തലമുറയിലെ ആൾക്കാർ വളരെ കുറച്ചേ ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒന്ന് നടന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ നടന്നാൽ അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഒന്ന് അവർക്ക് ഇത്രയും എക്സ്പോഷർ ഇല്ല, ബാഡ് ആയിട്ടുള്ള ഫുഡിനോടോ ബാഡ് ആയിട്ടുള്ള ലൈഫ്സ്റ്റൈലിനോടോ എക്സ്പോഷർ കുറവായിരുന്നു. അപ്പൊ അവർ കണ്ടിരിക്കുന്ന തലമുറയിലെ ആൾക്കാർ ആരും ഇത്രയും ജിമ്മിൽ പോയിട്ടൊന്നും അല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും കാര്യങ്ങൾ മൊത്തം മാറി. ഇത് ഇപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് വെർഷനിലേക്ക് വന്നല്ലോ, സെക്കൻഡ് തലമുറയിലേക്ക് വന്നല്ലോ. അപ്പോഴത്തേക്ക് ഇതിന്റെ സൈഡ് എഫക്ട്സ് നമ്മൾ കാണാൻ തുടങ്ങി. അപ്പൊ നമുക്കത് അന്നേരം മെയിനായിട്ട് കൊറോണ വന്നതിന് ശേഷം ശരിക്കും ഇതൊരു ആൾക്കാർക്ക് മനസ്സിലായത് ഹെൽത്ത് ഇത്രയും ശ്രദ്ധിക്കേണ്ട കേസാണ്. കാരണം കുറെ പേര് ജിമ്മിൽ പോയി വർക്കൗട്ട് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന മിക്ക ആൾക്കാർക്കും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് വന്ന ഒരു പനിയും വന്ന് പോയി. പക്ഷെ അതൊന്നും ചെയ്യാണ്ടിരുന്ന ആൾക്കാരെ കുറെ ആദ്യം ജിമ്മാണ് അവസാനം തുറന്നതും ജിമ്മിലൊന്നും പോകേണ്ട ജോലി ഇല്ലാണ്ട് വീട്ടില് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ബസ്സിലൊക്കെ അപ്പൊ നമ്മുടെ തന്നെ ഉണ്ട്, മാളൊക്കെ തുറന്നു, ജിമ്മൊക്കെ ഏറ്റവും അവസരം തുറന്നു. ലൈക്ക് അപ്പം നിങ്ങൾ പറഞ്ഞ ആണായാലും പെണ്ണായാലും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ആർക്കായാലും വർക്ക്ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇനിയും വേറെ കാര്യം, ഈ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതും കാർഡിയോ ചെയ്യുന്നതും ഇത് രണ്ട്. ഇപ്പം ചില ആൾക്കാരുണ്ട് കാർഡിയോ മാത്രം ചെയ്യും, നടക്കുക മാത്രം ചെയ്യും. 2 മണിക്കൂർ രാവിലെ, 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ രാവിലെ, 1 മണിക്കൂർ വൈകിട്ട്. എന്നിട്ട് ലൈക്ക് എനിക്കിങ്ങനെ പലരും അറിയാം, അങ്ങനെ വെയിറ്റ് കുറച്ചിട്ട് അവസാനം സ്കിന്നിന് അപ്പൊ ബേസിക്കലി ലൈക്ക് ഇത് രണ്ടും കൂടെ വേണമെന്നാണ്. കാർഡിയോ ഒരു പോർഷൻ മാത്രം, മസില് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. ഫിറ്റ്നസിന്റെ ഒരു ഘടകം മാത്രമാണ് കാർഡിയോ വരുന്നത്. കാർഡിയോ വാസ്കുലർ ഹെൽത്ത് വേണം, അതിന് ആഴ്ചയിൽ 1 ദിവസം ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിലാണ് ഇതെന്ന് വെച്ചാൽ ഒരു ഏജ് വരെ കാർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടൈം കഴിഞ്ഞാൽ ഇപ്പൊ കാർഡി മാത്രം ചെയ്യുന്ന ആളാണ് ഞാൻ പറയണ പുല്ലേ. ഒരു ഏജ് വരെ കാർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ അഭിപ്രായത്തില്. കാർഡി മാത്രം ചെയ്യുന്ന ആളായിരിക്കും, അതിപ്പോ യോഗ ആയിക്കോട്ടെ, സൂംബ എന്തായിക്കോട്ടെ. ഒരു ഏജ് കഴിയുമ്പോഴേക്കും ജോയിന്റ്സ് വീക്കായി തുടങ്ങും. ഈ സ്കെൽട്ടൻ സ്ട്രക്ചർ ഒക്കെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞു വരും. ആ ടൈമിൽ പിന്നെ മസിൽ ബിൽഡപ്പ് ചെയ്യാന്നുള്ള ടഫാ അല്ലേ. അപ്പൊ മിക്കവരും ഇപ്പൊ അത്യാവശ്യം ഏജ് ആയിട്ടുള്ള യോഗ സൂംബ ട്രെയിനേഴ്സ് പോലും പറയുന്നുണ്ട്, അതായത് ഒരു ഏജ് കഴിഞ്ഞാൽ വീക്കായി തുടങ്ങും ജോയിന്റ്സ് ഒക്കെ. അപ്പൊ അവര് അത്ര നാളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂംബയും യോഗയൊക്കെയാണ്. യോഗ ചെയ്തുകൊണ്ട് കാലങ്ങളായിട്ട് യോഗ ചെയ്തിട്ട് നന്നായിട്ട് യങ് ആയിട്ടിരിക്കുന്ന ലേഡീസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ പറയുന്നത് വെച്ചാൽ ജോയിന്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്തു, മുതുക് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാൽ അവർക്ക് മസിലില്ല ബോഡിയിൽ സപ്പോർട്ട് ആവാനായിട്ട്.
എന്നുവെച്ചാൽ അവരും ചെയ്തേക്കുന്നത് കാർഡിയോ മാത്രമാണ്, ഒട്ടും മസിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ചെയ്യേണ്ടത് സ്ട്രെങ്തനും ചെയ്യണം, രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പോകണം. അത് ആഴ്ചയിൽ ഒരു 3 ദിവസം 4 ദിവസം എങ്കിലും സ്ട്രെങ്തനിങ് ചെയ്യണം. കാർഡിയോ വേണ്ടെന്നല്ല പറയണം. ഇപ്പൊ യോഗ സൂമൊക്കെ ചെയ്യാം, പക്ഷെ സ്ട്രെങ്തനിങ് ഉണ്ടെങ്കിൽ ഏജ് ആകും തോറും ഈ ജോയിന്റിലേക്കുള്ള സപ്പോർട്ട് മാക്സിമം എടുക്കണം മസിൽസാണ്. അപ്പൊ മസിൽ ഫൈബേഴ്സ് വലിയ അടിച്ചു നോക്കി ജിം ആണെന്നല്ല ഉദ്ദേശിക്കണം. മസിൽ ഫൈബേഴ്സ് ബോഡിയിൽ ഉണ്ടെങ്കിൽ ഏജ് അഗതി പറഞ്ഞതിനകത്ത് ഒരു തെറ്റിദ്ധാരണ, ഈ അടിച്ച് വെച്ച് മസിൽ ആകില്ല എന്നുള്ള ആവില്ല. അത് ഓയ്യോ, അത് വന്ന് കയറി എണ്ണത്തുമ്പോഴത് അത്ര ഇത്ര മസിലൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അറിയോ, ഈ നമ്മൾ ചെയ്യുമ്പോ പമ്പാവൂലേ, നമ്മൾ ചെറുതായിട്ടൊന്നും നമ്മൾ ഇതുവരെ താന്ന് കിടന്ന് നമുക്ക് ഇവിടെ അപ്പൊ ഇപ്പൊ എന്റെ എന്താ പറയാ ലേഡീസ് ആണെങ്കിലും അതാണ് നമ്മ വർക്കൗട്ട് കൈ ഭയങ്കരമായിട്ട് വേറെ കാര്യമുണ്ട്. ഇപ്പൊന്ന് വെച്ചാല് കേരളത്തിൽ പെൺപിള്ളേര് ബോഡി ബിൽഡിംഗ് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു 3-4-5 പേര് നല്ല കാണുമ്പോ ആണുങ്ങളെ പോലെ നല്ല ഫ്രെയിം ആയിട്ടൊക്കെ ഉണ്ട്. അന്ന് അവർ എത്ര നാള് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ നോക്കണ്ട, ഇന്ന് വന്ന നാളെ അതേപോലെ ആവുന്ന പറയണം. അത് നോക്കണ്ട, ഞാൻ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാ ലേഡീസ് അവര് കാണുന്ന അതാണ്, ഇതേപോലെ ആവണ്ടെന്ന് പറയണത്. അന്ന് ചിന്തിക്കല്ല, അത് എത്ര ആളുടെ അടുത്ത് ആ പെങ്കൊച്ച് അങ്ങനെ ആയത്, അവൾ എത്രത്തോളം പാടിട്ടിട്ടുണ്ട്, ഇതൊന്നും അവർ ചിന്തിക്കൂല. മസിൽ അങ്ങനെ ആവരെന്ന് പറയണത്, എന്നാ അങ്ങനെ ആവില്ല. നാച്ചുറൽ ലെവലില് അവരങ്ങനെ ആവില്ല. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര മിസ്ലീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മള് ബോഡി ബിൽഡേഴ്സ് അവരാക്കാനായിട്ടുള്ളത് പോലെ നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ സാധാരണ രീതി പ്രത്യേകിച്ച് അവിടെ തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഈ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീൻ ആക്ച്വലി വെറും ഒരു സപ്ലിമെന്റ് സപ്ലിമെന്റ് ഇൻ ദ സെൻസ് എനിക്ക് 25 മുട്ട കഴിക്കാൻ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോഡ്കാസ്റ്റിനകത്ത് കണ്ടതാ, എനിക്ക് 25 മുട്ട കഴിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ കേർട്ടസി ടു ആ പോഡ്കാസ്റ്റിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ജസ്റ്റ് ഒരു റീൽ പോലെ കണ്ടതാ. പുള്ളി പറഞ്ഞത് നമുക്കിപ്പോ സൗകര്യത്തിന് വേണ്ടി ഒരു സാധനം എടുത്ത് കുടിക്കുന്നു, അത്രേ ഉള്ളൂ. പേര് തന്നെ സപ്ലിമെന്റിംഗ് ആണ്. സിംപ്ലസ്റ്റ് ഫോം, അതായത് എളുപ്പം ഒരു 30 അല്ല 25 ഗ്രാം പ്രോട്ടീൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു 20 മുട്ട 25 മുട്ട കഴിക്കാന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിക്കും, 3-ാമത്തെ ദിവസം അതിന്റെ സ്മെല്ല് അടിക്കും. നമ്മൾ കുറെ ആൾക്കാരുടെ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ ദഹിക്കില്ല, പ്രോട്ടീൻ പൗഡർ വയറ്റിനടിക്കും. 8 വർഷം എടുക്കും. ആയുഷ്മാൻ ഖുറാന 8 വർഷം എടുക്കും പ്രോട്ടീൻ പൗഡർ ദഹിക്കാനെന്ന്. ഇവരൊക്കെ ഇപ്പോഴത്തെ പ്രോട്ടീൻ പ്ലസ് എന്നൊക്കെ പറഞ്ഞ ഹോർലിക്സിന്റെ ഒക്കെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പ്രോട്ടീൻ ഒരു വേ പ്രോട്ടീൻ സപ്ലിമെന്റ് ഭയങ്കര നല്ലതാണ്. അതിനകത്തുള്ള സാധനങ്ങൾ ലിസ്റ്റ് എടുത്ത് ഇത്ര ഉണ്ടാവും ഇൻഗ്രീഡിയൻസ്. അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, ചെറുപ്പത്തില് എനിക്ക് എന്റെ ലൈക്ക് ഞാൻ കുറച്ച് നാൾ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ഗ്രാൻഡ് ഫാദർ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് ഹോർലിക്സ് വാങ്ങിച്ചു തരും, കുടിക്കാൻ തരും. അപ്പൊ ഹോർലിക്സ് നമുക്കപ്പോ എന്താന്ന് വെച്ചാൽ ബൂസ്റ്റ് ബോൺവിട്ട കാണുമ്പോൾ ചോക്ലേറ്റ് കളറല്ലേ, അത് വാങ്ങിക്കില്ല, അത് ചീത്തയാണല്ലോ, ചോക്ലേറ്റ് അല്ലേ. അപ്പൊ ബൂസ്റ്റ് വാങ്ങിക്കാം, മൈലോ എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാം, അല്ലെങ്കിൽ വെളുത്ത സാധനം വാങ്ങിക്കാം, അത് ഹെൽത്തിയാണ്. അതെ, എന്തൊക്കെ വെളുത്തിരിക്കുന്നത് വാങ്ങിക്കാം. ബൂസ്റ്റും ബോൺവിറ്റയും വാങ്ങിച്ചില്ല, കാര്യം അത് ചോക്ലേറ്റ് ആണ്. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇപ്പം വന്നിരിക്കുന്നത് ഈ ഇതിനകത്ത്. അതായത് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ദഹിക്കില്ല. അങ്ങനെ ചെറുപ്പത്തിലേ തന്നെ ബൂസ്റ്റ് കലക്കി കൊടുക്കുന്നതിന് പ്രശ്നമല്ല. അതാണ് ഈ മൊത്തം ഷുഗറും കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങളും കെമിക്കൽസും ഉള്ള സാധനം, അത് കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഒന്നുമില്ലാത്തൊരു വേ പ്രോട്ടീൻ കഴിക്കുന്നതിനെ പറ്റി അയ്യോ ബൂസ്റ്റ് അവരുടെ തന്നെ ഇന്നാള് സീൻ ആയല്ലോ. കാരണം അവരെ ഹെൽത്ത് സപ്ലിമെന്റ് എന്നും പറഞ്ഞ് ഇറക്കിയിരുന്നത് പറ്റില്ല എന്ന് പറഞ്ഞ് അത് ബാൻ ചെയ്തല്ലോ, സ്റ്റോപ്പ് ചെയ്തല്ലോ. പക്ഷെ നെഗറ്റീവ് അവയർനെസ് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഉണ്ടല്ലേ, പ്രോട്ടീൻ പൗഡർ കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് ICMR റിപ്പോർട്ട് ഇട്ട്. ആ റിപ്പോർട്ട് പോലും ഞാനും കണ്ടായിരുന്നു. നമ്മൾ അതിനെ പറ്റി പേഴ്സണലി സംസാരിച്ചായിരുന്നു. ആ റിപ്പോർട്ട് പോലും അതിനകത്ത് പറയുന്ന അത്ര പ്രോട്ടീൻ ഇല്ലെന്നല്ലേ പറയുന്നുള്ളൂ. അല്ല, അതിനകത്തും കോമഡി ഉണ്ട്. അതിനകത്ത് അവർ എടുത്തിരിക്കുന്ന സപ്ലിമെന്റ്സ് ലിസ്റ്റ് എടുത്തിട്ടില്ല. സപ്ലിമെന്റ്സിന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന നമ്മൾ ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ബി പ്രോട്ടീൻ, പതാഞ്ജലിയുടെ പ്രോട്ടീൻ, ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റില് അതിലാണ് കൂടുതലും പ്രശ്നങ്ങൾ കണ്ടേക്കണം. അതല്ലാണ്ട് നമ്മൾ നോർമലി ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞ ജിമ്മുകളിൽ നമ്മൾ കൊടുക്കുന്ന വേ പ്രോട്ടീനോ അത് നമ്പേഴ്സ് ഭയങ്കര കുറവാണ്. ഇനി ഞാൻ ഒരു ഡൗട്ട് ഇല്ലേ, വേ പ്രോട്ടീൻ, ഐസൊലേറ്റ്, ഗെയിനർ, ഇങ്ങനെ പല ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്. എന്താണ് കാപ്സിന്റെ പ്രോട്ടീന്റെ ഫാറ്റിന്റെ അളവ് വ്യത്യാസം. ഉദാഹരണത്തിന് ഒരു നല്ല അത്യാവശ്യം വണ്ണമുള്ള ഒരാള്, ആ ആള് ഏതായിരിക്കണം? ഐസൊലേറ്റഡ് കൊണ്ടുവരും. അയാൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 3 സ്റ്റേജാണ്. പ്രോട്ടീന്റെ ഒരു ടീം ആദ്യം വാങ്ങിക്കുന്നത് നമ്മൾ ഏറ്റവും വില കൂടുതൽ കൊള്ളാലോ, ഇത് വാങ്ങിച്ച് സ്ഥിരം കഴിക്കുമ്പോഴാണ് മനസ്സിലാകുന്ന പണി പാടി. ഇത് മാസം വാങ്ങിക്കണമെങ്കിൽ ആദ്യത്തെ ഡബ്ബ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഡബ്ബ 2ാമതോ 3ാമതോ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് പണി പറയുന്നത് മനസ്സിലാവും. ഐസൊലേറ്റ് ഒരു വണ്ണമുള്ള, അതായത് ബേസിക്കലി പ്രോട്ടീന്റെ എമൗണ്ട് കൂടുതലായിരിക്കും, കാപ്സിന്റെ ഫാറ്റും കുറവായിരിക്കും. പിന്നെ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? വേ പ്രോട്ടീൻ തന്നെ 3 ടൈപ്പ്: കോൺസെൻട്രേറ്റ്, ഐസൊലേറ്റ്, ഹൈഡ്രോളിസിസ്. കോൺസെൻട്രേറ്റ് വരുമ്പോൾ ഏറ്റവും ബേസിക് ഫോം അതിനകത്ത് ലാക്ടോസ് ഉണ്ടാവും, അത് മിൽക്കിനകത്തുള്ള ഷുഗർ.
ആ ലാക്ടോസും കൂടെ അങ്ങ് മാറ്റി കഴിയുമ്പോൾ Isolate ആയി. ഐസൊലേറ്റിനകത്ത് കുറച്ച് ബാക്ടീരിയാസിനെ ആഡ് ചെയ്ത് അവരൊന്ന് പ്രീ ഡൈജസ്റ്റഡ് ഫോമിലാക്കും. അതിനെ ഹൈഡ്രോളിസേറ്റ് എന്ന് പറയും. അത് ഭയങ്കര വിലയാവും. അതാണ് ഈ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അല്ല എടുത്ത് ചെയ്തിട്ടുണ്ടാവും ചിലര് നോക്കണ്ട ശരിക്കും. ഐസൊലേറ്റ് കുറച്ചുകൂടി അബ്സോർപ്ഷൻ ഫാസ്റ്റ് ആണ്. പ്രോട്ടീൻ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും ബോഡിയിൽ നോർമൽ വേനെ അപേക്ഷിച്ച്. അപ്പൊ ഓരോരുത്തരുടെ ബഡ്ജറ്റ് പക്ഷെ അനുസരിച്ച് വേറെ കേസ് എന്ന് വെച്ചാൽ ഇതില് വലിയ കാര്യമില്ല. നോർമൽ ഫിറ്റ്നസ് നോക്കുന്ന ആൾക്ക് മതി കഴിക്കാൻ പറ്റില്ലാത്തവർക്ക് ഇത് കഴിക്കണമെന്നുള്ളൂ. എന്തായാലും ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം ഈ എപ്പിസോഡിനകത്ത് നമ്മൾ ഏകദേശം ഒരു അവിടെ ഇവിടെയൊക്കെ തൊട്ട് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും കെ സൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. അപ്പൊ നമ്മള് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇതിന്റെ തുടർ എപ്പിസോഡ് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ കമന്റ്സ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ. Bye.